ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മുടെ ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? ഇത് നമ്മുടെ തിരുവല്ലക്കാർക്കും പത്തനംതിട്ടക്കാർക്കും എല്ലാവർക്കും സുപരിചിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മുടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കതിലെ ഒരു കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മുഖമുദ്രയായിട്ട് വരുന്ന ഒരു ഭാഗം. ഇവിടുന്ന് അകത്തേക്ക് കയറിയാൽ തന്നെ കാണുന്ന ഭാഗമാണ് നിത്യവും കഥകളി നടക്കുന്ന ക്ഷേത്രത്തിലൊന്നാണിത്. ആ ഭാഗമാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ കാണപ്പെടുന്നത്. പിന്നെ അവിടെ പൂജാ സാധനങ്ങൾ, എണ്ണ, മാലകൾ, നെയ്യ്, കീർത്തനങ്ങൾ എല്ലാം ലഭിക്കുന്ന കുറച്ച് കടകൾ കൂടിയുണ്ട്. നമുക്ക് അവിടെ നിന്നും അകത്തേക്ക് കയറിയാലാണ് നമുക്ക് അമ്പലത്തിലേക്ക് ചെല്ലാൻ സാധിക്കുന്നത്. ഇനിയപ്പോൾ നമുക്ക് ശ്രീകോവിലിനുള്ളിൽ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി വന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കാം. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കാം. ശ്രീകോവിൽ തൊഴുതിട്ട് വന്നു. ഇനി ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് നമുക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കാണാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല കൊമ്പൊക്കെ ഉയർത്തിപ്പിടിച്ച് തലയെല്ലാം ആട്ടി അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ചെവിയെല്ലാം നന്നായിട്ട് ആട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മതം ഇളകും. എനിക്ക് നമ്മുടെ ശ്രീവല്ലഭൻ്റെ സ്വന്തം ആൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ശ്രീവല്ലഭനെ അറിയുന്നവരും ഈ ശ്രീവല്ലഭൻ്റെ അമ്പലത്തിൽ വരുന്നവരുമായിട്ടുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.